എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Skywave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ നഗരസഭ വികസന ജാഥ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള രാഷ്ട്രീയ നാടകമെന്ന് നഗരസഭാ കൗൺസിലർ ഇസ്മായിൽ എരഞ്ഞിക്കൽ. പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാന വാഗ്ദാനങ്ങൾ 4 വർഷം കഴിഞ്ഞിട്ടും നടപ്പാക്കാൻ സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുള്ളൂ. എന്തിനാ കണ്ണിൽ പൊടിക്കാറിയോ? അടുത്ത് ഇലക്ഷൻ വരിക, ഒരു റീ ഇലക്ഷൻ വരിക, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരിക. അപ്പൊ പല ആളും കുപ്പായിട്ടിട്ടുണ്ട്. ഇനി കുപ്പായ ഇട്ടോൾക്ക് ഇത് ചെലവാക്കാൻ പൈസയും കൂടി വേണം. ആ പൈസക്ക് വേണ്ടി ഉണ്ടാക്കിയ അടിയന്തര കൗൺസിലാണ് ഇന്നലത്തെ കൗൺസില്. ആ കൗൺസില് എന്താ പറഞ്ഞത്? 10 കോടി ചെലവഴിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിന്റെ ബസ് സ്റ്റാൻഡ് കൊണ്ടുവരികയാണ്. ആ ഇതാണ് ബസ് സ്റ്റാൻഡ് കൊണ്ടുവരാണ്ട് എത്ര വട്ടം ഫണ്ട് ഉപയോഗിച്ചുള്ള രേഖ ഇതാക്കണേ. ഓരോന്നോരോന്നിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ പദ്ധതി രേഖയിലും നീക്കിയിരിപ്പുണ്ട്. അതിന്റെ ഫുൾ രേഖ ചെയ്ത് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ്, മാലിന്യ സംസ്കരണ പ്ലാന്റ്, പാർപ്പിട സമുച്ചയം, ഓട്ടിസം പാർക്ക് എന്നിവ ഒന്നും നടപ്പാക്കിയിട്ടില്ല. താൻ ഉൾപ്പെടെ 22 പേർ LDF ബാനറിൽ വിജയിച്ചത് ഈ വാഗ്ദാനങ്ങൾ നൽകിയാണ്. ജനങ്ങളുടെ ക്ഷേമമല്ല, സുതാര്യ അഴിമതിയാണ് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഒരു വികസന യാത്ര നടക്കുന്നുണ്ട്. അതായത് LDFിലെ ചില ആളുകൾ, എല്ലാ ആളുകളും ഞാൻ പറയില്ല, അതിൽ ചില ആളുകൾ തന്നെ 15 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്രപ്രസ്താവന ഇറക്കി. ഒരു വികസനവും നടക്കുന്നില്ല, ബസ് സ്റ്റാൻഡിൽ വികസനം നടക്കില്ല, ഒരു വികസനം നടക്കില്ല, ഈ മുന്നണി ശരിയല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ വികസന സ്റ്റാൻഡിംഗ് ചെയർമാൻ തന്നെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞും ചെയ്താണ്. ഇപ്പൊ ആ വികസന സ്റ്റാൻഡിംഗ് ചെയർമാൻ തന്നെ വികസനം നടക്കുന്നുണ്ട് കാരണം കൊണ്ട് വാഹനപ്രചാരണം നടത്തുന്നു. അപ്പോ ഇതെല്ലാം പാടെ പറയുമ്പോൾ ഇത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വികസന യാത്രയാണ് ഇപ്പൊ നടക്കുന്നത്. അതിന്റെ തെളിവുകളും വിവരങ്ങളും ജനങ്ങളിലേക്ക് അറിയിക്കാനാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്നത്. നിങ്ങൾക്കറിയാം എവിടെയാണ് വീട് വെച്ചിട്ടുള്ളത്, പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്, എവിടെയാണ് ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കിയിട്ടുള്ളത്, എവിടെയാണ് മാലിന്യ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, എവിടെയാണ് ഓട്ടിസം പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും നടപ്പാക്കാതെ വികസനം വികസനം എന്ന് പറഞ്ഞാൽ എന്ത് വികസനമാണ്? ഞാൻ കണ്ട വികസനം ഒന്ന്, ചൂരക്കുളം വികസനം. ചൂരക്കുളത്തിന്റെ ഭീകരത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയ വികസനം ഒരു വികസനം. നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ജനങ്ങൾക്ക് നേരിട്ട് ഇപ്പോഴും ചെന്നാൽ കാണാവുന്ന ഒരു കുളമാണ് ചൂരക്കുളം. ആ ചൂരക്കുളം നവീകരിക്കാൻ 65 ലക്ഷം റുപ്യന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി 50 ലക്ഷം പോലും അടിച്ചു മാറ്റി. 5 ലക്ഷം പോലും ചെലവാക്കാത്ത ഒരു കുളമാണ് ചൂരക്കുളം. ചൂരക്കുളം നവീകരിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഇവിടുത്തെ വളർന്നു വരുന്ന കുട്ടികൾക്ക് നീന്തി പഠിക്കാനും സ്വിമ്മിങ് നടത്താനുമുള്ള കുളമാണെന്ന്. കുട്ടികൾ എങ്ങോട്ടാണ് നീന്തുന്നത്? അതിലേക്ക് ചാടിയ പിന്നെ അങ്ങോട്ട് പൊങ്ങുവോ ആ കുളത്തില്? അപ്പൊ അത് നിങ്ങൾക്കറിയുന്ന, പത്രക്കാർക്കും അറിയുന്ന, ജനങ്ങൾക്കും അറിയുന്ന. അപ്പൊ അതിന്റെ പേരിൽ ഒരു വമ്പിച്ച കൊള്ള നടന്നു. അതാണ് ഒരു വികസനം. രണ്ടാമത്തെ വികസനം എന്താണ് പറയുന്നത്? വയോജനങ്ങൾക്ക് ഒത്തുകൂടൽ. എവിടെ ഒത്തുകൂടുന്നത്? ഇവിടുന്ന് 100 രൂപ ഓട്ടോറിക്ഷ കൊടുത്ത് മയ്യന്താണി പോയി ഒത്തുകൂടുക. അപ്പൊ അതിന്റെ മറവില് ഒരു വികസനം. ആ വികസനത്തെ എങ്ങനെ? 1170 സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിങ്ങിന് 30 ലക്ഷം. കേറ്റ ബിൽഡിംഗ് ഒരു മാസം കൊണ്ട് ചോർച്ച. നിങ്ങൾ പത്രക്കാരടക്കം എടുത്ത ആ ചോർച്ച തടയാൻ വീണ്ടും എസ്റ്റിമേറ്റ് ഉണ്ടാക്കി 12 ലക്ഷം റുപ്യ. അപ്പൊ 1270 സ്ക്വയർ ഫീറ്റിന് 40 ലക്ഷം റുപ്യ ചെലവഴിച്ചു. അപ്പൊ അതൊരു വികസനമാണ്, നല്ലൊരു വികസനമാണ്. എങ്ങനെ? ആരും വികസനം? ഇവരെ പോക്കറ്റ് വികസിക്കുക. അപ്പോ ഇവിടെ പാവപ്പെട്ടവന് 670-700 സ്ക്വയർ ഫീറ്റ് കയറ്റാൻ ഇവിടുന്ന് സാമ്പത്തിക സഹായം കൊടുക്കുന്ന എത്ര? വെറും 4 ലക്ഷത്തി ജില്ലാന്. 630-700 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ കൊടുക്കുന്നത് വെറും 4 ലക്ഷം റുപ്യ. ഈ 4 ലക്ഷം റുപ്യ കൊടുക്കുന്നത് എങ്ങനെയാണ്? വെറും മുനിസിപ്പാലിറ്റിയാണോ? അല്ല. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുണ്ട്, കേരള സർക്കാരിന്റെ ഫണ്ടുണ്ട്, അതിലുപരി മുനിസിപ്പാലിറ്റി. ഈ 3 ഫണ്ട് ഉപയോഗിച്ചിട്ട് അവിടുത്തെ പാവങ്ങൾക്ക് വീട് വെക്കാൻ കൊടുക്കുന്നത്. അല്ലാതെ മുനിസിപ്പാലിറ്റി ഇന്ന് വരെ സ്വന്തമായിട്ടൊരു വീട് എവിടെയും വെച്ചു കൊടുത്തിട്ടില്ല. ഓരോ പദ്ധതിയുടെയും രേഖകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ബജറ്റിന്റെ ബുക്കുകൾ അത് കൊടുത്തിട്ടുണ്ട്. ഓരോ വർഷത്തെ 2021, 2022, 2024, 2025
ഓരോ പദ്ധതി രേഖകളിലും എല്ലാ പദ്ധതിയും വളരെ നല്ല രേഖയാണ്. എല്ലാ രേഖകളിലും ഭയങ്കര വികസനമാണ്. പക്ഷേ രേഖകളിൽ മാത്രം വികസനം ഒതുങ്ങി നിൽക്കുകയും കമ്മീഷൻ കിട്ടുന്ന പദ്ധതി മാത്രം നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു അഴിമതി ഭരണസമിതിയാണ് ഈ 4 വർഷം കഴിഞ്ഞ് കടന്നു പോകുന്നത്. 2 ആഴ്ച മുൻപ് നഗരസഭ ചെയർമാനെതിരെ വികസന പ്രവർത്തനങ്ങൾ നഗരസഭയിൽ നടക്കുന്നില്ലെന്നും ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം വൈകുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദി ചെയർമാൻ ആണെന്നും കാണിച്ച് LDF കൺവീനർക്ക് പരാതി നൽകിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഇപ്പോൾ വികസന ജാഥ നയിക്കുന്നതിലെ പ്രധാന നേതാവ്. നഗരസഭയുടെ മുതുകാടുള്ള 2.25 ഏക്കർ സ്ഥലത്തിന്റെ ആധാരം കാണാനില്ലെന്ന് താൻ വിവരാവകാശ പ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് നഗരസഭാ സെക്രട്ടറി നൽകിയ മറുപടിയും ഇസ്മായിൽ വാർത്താ സമ്മേളനത്തിൽ എടുത്തുകാട്ടി. നഗരസഭയിൽ നടക്കുന്നത് LDF ഭരണമല്ല, മൂവർ സംഘം ചേർന്ന് നടത്തുന്ന സുതാര്യ അഴിമതിയുടെ ഭരണമാണെന്നും ഇസ്മായിൽ ആരോപിച്ചു. അപ്പം വികസനം സ്വന്തം പോക്കറ്റ് വികസിക്കല്ലാതെ നാട്ടിൽ ഒരു പ്രായോഗികമായ ഒരു വികസനം നടത്താൻ ഈ മുനിസിപ്പൽ ചെയർമാൻ കഴിഞ്ഞിട്ടില്ല. മുനിസിപ്പൽ ചെയർമാൻ പറ്റും, ചിലപ്പം ഫാഷൻ ഷോക്ക് പറ്റും, അല്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റും. അതായത് ഒരാളെ ആക്ഷേപിക്കല്ല കേട്ടോ, ഭരണം കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു മുനിസിപ്പൽ ചെയർമാനെയാണ് ഈ ഇടതുപക്ഷം കൊണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ വികസന സ്റ്റാൻഡിംഗ് ചെയർമാന് പദ്ധതിയിൽ കൂടെ എങ്ങനെ കമ്മീഷൻ ഉണ്ടാക്കാന്ന് അറിയുന്ന ഒരു ചെയർമാൻ തന്നെയാണ് വികസന സ്റ്റാൻഡിംഗ് ചെയർമാൻ. അതിന്റെ ഉദാഹരണമാണ് കുറ്റിക്കുരുമുളക്. നിങ്ങൾക്കറിയാം, കുരുമുളകിന്റെ വിവരാവകാശം തന്നെ നിങ്ങൾക്ക് പലപ്പോഴും കാണിച്ചത് ഞാൻ. ഒരു സ്ഥലത്ത് പർച്ചേസ് 80 രൂപക്ക്, ഒരു സ്ഥലത്ത് 100 രൂപക്ക്. ഓരോ ചോദ്യത്തിന് 2 മറുപടിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മാലിന്യം നിക്ഷേപിക്കാൻ പ്ലാന്റ് 2 നിങ്ങൾക്കറിയാം, പ്ലാസ്റ്റിക്കിന്റെ 2 അടപ്പുള്ളത്. ആ അടപ്പ് നമ്മൾ പപ്പടം പൊരിച്ചാൽ പൊങ്ങുന്ന പോലെ അതിന്റെ അടപ്പുണ്ടാന്ന് വീടുകളിൽ പോയി നോക്കിയാലാ. പക്ഷെ എന്തറിയോ, ജനങ്ങൾക്ക് ഇത് വെറുതെ കിട്ടുമ്പോൾ ജനങ്ങൾ കയറിയത് ഇതൊക്കെ അങ്ങനെ കിട്ടില്ലേ. പക്ഷെ ജനങ്ങളെ കാശ് കൊള്ളടിച്ചുകൊണ്ടാണ് ഇത് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. വിവരാവകാശം ചോദിച്ചത് 15/1/2022 അതായത് ഈ പറഞ്ഞ പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള സ്ഥലത്തിന്റെ രേഖ വിവരാവകാശം ചോദിച്ചു. വേലുക്കുട്ടി എടുത്തെന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, 2 ഏക്കറ മുതുകാടില്, അത് 92/383/2 ഇതിന് മറുപടി കിട്ടിയതാ. ആ രേഖ കാണില്ല. മുനിസിപ്പാലിറ്റിന്റെ ആസ്തിയുടെ രേഖ കാണാനില്ല എന്നുള്ള രേഖ ഉണ്ടാക്കിയിട്ട് കൊടുത്തത്. മനസ്സിലാക്കണം നിങ്ങൾ. LDF സംവിധാനത്തെ നോക്കുകുത്തിയാക്കിയിരിക്കുകയാണ്. LDF പ്രവർത്തകരുടെയും നേതാക്കളുടെയും പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് 20 വർഷത്തെ UDF ഭരണം അവസാനിപ്പിച്ച് LDFന് ഭരണം നേടിക്കൊടുത്തത്. എന്നാൽ ഭരണത്തിൽ വന്നതോടെ LDF നേതാക്കളെയും പ്രവർത്തകരെയും മറന്നുവെന്നും ഇസ്മായിൽ പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ ചെയർമാന്റെ ഡ്രൈവർ 5-6 മാറ്റി. ഒരു ഡിവൈഎഫ്ഐക്കാരൻ കൊടുത്തിട്ടില്ല, ഒരു ഡിവൈഎഫ്ഐക്കാരൻ ജോലിയും കൊടുത്തില്ല മുനിസിപ്പാലിറ്റിയിൽ. ഞാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം പറയില്ല. അതിനെതിരെ ഒരു പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച് അല്ലെങ്കിൽ LDF വികസന മുന്നണി ജയിപ്പിക്കാൻ പ്രവർത്തിച്ച ഒരു പ്രവർത്തകരെ അവർ മൈൻഡ് ചെയ്തിട്ടില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ജയിക്കോളം LDF പാർട്ടി ജയിച്ചു കഴിഞ്ഞ് കാസാലിരുന്നപ്പോൾ LDF ഉള്ള പാർട്ടി ഇല്ല. ഇപ്പം ആര്യയുടെ ശോകത്തിനെതിരെ ഈ ഇരിക്കുന്ന ആരെങ്കിലും ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ അവൻ്റെ അഴിമതിക്കെതിരെ? ഞാൻ UDF ഭരിക്കുന്ന കാലത്ത് തന്നെ അവിടുത്തെ അഴിമതികൾ പുറത്ത് കാണിച്ചുകൊണ്ട് പരാതി കൊടുത്തിരുന്ന ആളാ, അതിനെതിരെ ഫൈറ്റ് ചെയ്ത ആളാ. നിങ്ങൾക്കറിയുന്നതാണല്ലോ. ഇതിലൊരാളൊക്കെ ആരപ്പോയെന്ന് വന്നു ഷൗക്കത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആളാ. അപ്പോൾ PM ബഷീർ ഷൗക്കത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ. പിന്നെ മറ്റേ കറിയാക്കിനാത്തോപ്പിൽ സീറ്റിന്റെ വിഭജനത്തിന്റെ ലാസ്റ്റ് ടൈം വരെ ആര്യ ഷൗക്കത്തിന്റെ ഒപ്പല്ലേ സീറ്റ് കിട്ടില്ലാത്തപ്പോൾ ഇങ്ങോട്ട് വന്നു. ആരോപണങ്ങളും പരാതികളും വിജിലൻസ് തള്ളിയെന്ന അവകാശവാദത്തിൽ കഴമ്പില്ല. വിജിലൻസ് പല പരാതികളും പരാതിക്കാരെ കേൾക്കാൻ പോലും തയ്യാറല്ല. അതിനാൽ തന്നെ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ ഇത്ര മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂവെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു. ഒരാളിപ്പോ പറയണ് ഞാൻ ആ ചങ്ങ പേസ് കട്ടിട്ടുണ്ടോന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം കേട്ടോ, പേസ് കട്ട് കണ്ടോ വെച്ചാൽ കണ്ടിക്കണെന്ന് പറഞ്ഞ് തെളിവ് കാണിച്ചു കൊടുക്കുമ്പോഴല്ലേ അതിന് യഥാർത്ഥമാവുള്ളൂ. ഈ പറഞ്ഞവനോട് ചോദിക്കുന്നില്ല കട്ടതി കണ്ടിക്കണോ, അതിൻ്റെ തെളിവുണ്ടോ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇതെന്താ വെച്ചാൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് മൊഴിയെടുത്തില്ല ഇതുവരെ. എത്ര പരാതി ഉണ്ട്, തെളിവുകൾ ഹാജരാക്കാന്ന് പറഞ്ഞു. ഞാൻ എത്ര വട്ടം നിങ്ങളെ പത്രക്കാർ മുമ്പ് തന്നെ പറഞ്ഞു തെളിവുകൾ ഹാജരാക്കുക, ഏത് ഉദ്യോഗസ്ഥനും വഴി ഹാജരാക്കുക. ജനകീയ ഹോട്ടലിനെ കുറിച്ച് പറഞ്ഞു. ജനകീയ ഹോട്ടല് നിങ്ങൾ കുടുംബശ്രീൻ്റെ ബൈലോൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് തരാം. കുടുംബശ്രീ ബൈലോയിൽ പറയുന്നത് എന്താ അറിയോ, ഒരു സംരംഭത്തിൽ കൂടുന്ന ആദ്യം കുടുംബശ്രീയിൽ അംഗമായിട്ട് അവർ കൂടിയിട്ട് ഒരു സംരംഭം ഉണ്ടാക്കും. സംരംഭം ഉണ്ടാക്കിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക,
ജോയിൻ്റ് ആയിട്ട് പരിപാടി തുടങ്ങുക. ഈ കുടുംബശ്രീ ഒരു അംഗമാകാൻ നേരിട്ട് സംരംഭം തുടങ്ങിയ ആളാണ് ആര്? കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്നത്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ ഓരോ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്, എങ്ങനെ പോകണം. അതേമാതിരി അക്കൗണ്ട് ജോയിൻ്റ് അക്കൗണ്ട് ആവണമെന്നുണ്ട്. കുടുംബശ്രീൻ്റെ അക്കൗണ്ട് സിംഗിൾ അക്കൗണ്ട് അല്ല, ജോയിൻ്റ് അക്കൗണ്ട്. ജോയിൻ്റ് അക്കൗണ്ടിലാണ് വരുന്നത്. കാശ് ഇവർക്ക് വീതിച്ചു കൊടുക്കണമെന്നുണ്ട്. ഇവർക്ക് അത് വീതിച്ചു കൊടുക്കണം ആര് ചോദ്യം ചെയ്യുന്നുണ്ടോ? അപ്പോൾ എൻ്റെ പരാതിയിൽ ഇവരൊക്കെ വിളിപ്പിച്ച് എന്നോട് ചോദിക്കണ്ടേ? ചോദിച്ചിട്ടില്ലല്ലോ ഇതുവരെ. കുടുംബശ്രീ ഹോട്ടലിൻ്റെ കാര്യം പറയുന്നത്. അതേമാതിരി പകൽ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് എന്നതിൽ പറഞ്ഞ എസ്റ്റിമേറ്റ് നോക്കിയാൽ അറിയാം. ഒരു എസ്റ്റിമേറ്റ് നേരത്തെ പറഞ്ഞ എസ്റ്റിമേറ്റ് എത്ര രൂപ ചിലവാകുന്ന അറിയാം. അത് മറയിടാൻ വേണ്ടി മോൾക്ക് കൂടി എടുത്ത് നിങ്ങളടക്കം ഞാൻ വിളിച്ചുകൊണ്ട് അതാ മഴ പെയ്യുമ്പോൾ അതിന് മുകളിൽ കാണിച്ചെന്നാ. അന്ന് അത് നോക്കാൻ നിന്ന ആള് നിങ്ങളെ മുഖാകരണത ഇവിടെ ചോർച്ചോണ്ടാണ് ആ കവറിട്ടത്, ഒരു പച്ച ഒരു ഇത് ഷീറ്റ് ഇട്ടിട്ട്. ഇതിലേറെ തെളിവ് ഇതിൽ എന്താ പറയണത്? അത് വീഡിയോ എടുത്ത് അയാൾ പറയുന്ന ഡയലോഗുകൾ ഞാനടക്കം അത് പിന്നെ പിടിച്ചെടുത്തു, ഇതൊക്കെ ചെയ്ത് ചോർച്ച കാണിച്ചു കൊടുത്തു. പിന്നെ പറഞ്ഞത് ചോറിനിട്ട് ഇങ്ങനെ വിട്ടുമ്പോൾ ചോറിനില്ല എന്ന് പറയുന്നത്. അതിൻ്റെ എസ്റ്റിമേറ്റ് നോക്കിയാൽ അറിയില്ലേ? അവിടെ എല്ലാ കാര്യം നോക്കിയാലേ. 2 മൂന്നാമത്തെ കാര്യം ചൂരക്കുളം വെറുതെ വിട്ടണം. ഒരു അഴിമതി നടന്നിട്ടില്ല. ഏത് ചെറിയ 10 വയസ്സാ കുട്ടിക്കും പോയാലും അറിയില്ലേ ആ ചൂരക്കുളത്ത് എന്താണ് നടന്നതെന്ന്? ഇതൊക്കെ ഓ മൈ ഗോഡ്. വാവേ ഒരു മിനിറ്റ്. Super absorbent. Poppy's Diapers.